കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പപ്പിമോളെ കാണാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാമയും രാഘവനൊക്കെ. അന്നേരം രാഘവൻ പറയണേ, ബാമേ നീ ഈ സമയത്തെങ്കിലും ശാലിനിയോടുള്ള വാശി മറന്ന് ശാലിനിയുടെ സഹായം ചോദിക്ക്. ശാലിനിയുടെ ഒറ്റൊരു കോൾ മതി പോലീസുകാർ ഈ സ്ഥലം മുഴുവൻ അടിച്ചു വെറുക്കാൻ. അവർ നിഷ്പ്രയാസം പപ്പിമോളെ കണ്ടെത്തി നമ്മുടെ മുമ്പിലെത്തിക്കും. അന്നേരം ബാമ പറയണേ, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. പൊന്നി ശാലിനിയോടെ. അന്നേരം പൊന്നി പറയുക, ശാലിനി കുഞ്ഞ് കുറച്ച് നേരം മുമ്പ് വണ്ടിയെടുത്ത് പോകുന്ന കണ്ടു. ഈ സമയം രാഘവൻ പറയണേ, ബാമേ നീ സമയം കളയാതെ ശാലിനി ഫോണിൽ വിളിക്ക്. അങ്ങനെ പപ്പിക്ക് വേണ്ടി ശാലിനിയോട് സഹായം ചോദിക്കാനായിട്ട് ബാമ തയ്യാറാകുവാണ്. അതിനായിട്ട് ബാമ ഫോണെടുത്ത് ശാലിനി വിളിക്കാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് ശാലിനിയുടെ വണ്ടി അവിടെ എത്തുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്നും ശാലിനി ഇറങ്ങുക, കൂടെ പപ്പിയും ഇറങ്ങുവാണ് കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുക. മോളെ പപ്പി എന്ന് പറഞ്ഞ സത്യമ്മ പപ്പിയുടെ അരികിലേക്ക് ഓടി ചെല്ലുക. എവിടെയായിരുന്നു? സ്കൂളിൽ നിന്ന് എങ്ങോട്ടാണ് നീ ഇറങ്ങിപ്പോയത്? മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും എത്ര വിഷമിച്ചെന്നറിയോ? ഈ സമയം രാഘവൻ ചോദിക്കണേ, അല്ല മോളെ നിനക്ക് പപ്പീനെ എവിടെ നിന്നാണ് കിട്ടിയത്? അന്നേരം ശാലിനി പറയണേ, അതൊക്കെ പറയാം. അങ്ങനെ ശാലിനി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ശ്യാമക്ക് വേണ്ടി പപ്പി മോള് തെരുവി ഭിക്ഷ എടുത്ത കാര്യവും അതെല്ലാം ശാലിനി എല്ലാവർക്കും മുമ്പിലായിട്ട് പറയുവാണ് കേട്ടോ. അങ്ങനെ പപ്പിമോള് ചെയ്ത കാര്യം എടുത്ത് എല്ലാവരും ഞെട്ടിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ബാൽക്കണി ഇരുന്ന് സംസാരിക്കുന്ന വിഷ്ണുവിനെയും പപ്പീനെയാണ് കേട്ടോ. അന്നേരം വിഷ്ണു പറയണേ, എന്നാലും കുറച്ച് നേരത്താക്കാണെങ്കിലും നീ ഞങ്ങളെല്ലാവരും അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ പപ്പിമോളെ. അമ്മയുടെ അസുഖം മാറാൻ മോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ? എന്താണെങ്കിലും എൻ്റെ കുട്ടിയുടെ അമ്മയുടെ അസുഖം ഇനി ഉടനെ മാറും. അമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അന്നേരം പപ്പി ചോദിക്കണേ, ആര്? അമ്മയുടെ കുഞ്ഞേച്ചിയോ? അതേന്ന് വിഷ്ണു പറയുക. എന്നിട്ട് പറയണേ, ഇനി വേറൊരു സീക്രട്ട് കൂടി പറയാം. പപ്പിമോളുടെ അമ്മയുടെ കുഞ്ഞേച്ചി തന്നെയാണ് മോളുടെ ചേച്ചിയമ്മയും. സത്യമാണോ വിഷ്ണു വെച്ചാ? അതേന്ന് സത്യമാണ്. അങ്ങനെ പപ്പിമോള് നേരെ ഓടിച്ചെല്ലുവാണ്. ആ സമയം റൂമിൽ നിൽക്കുന്ന ശാലിനിയെ കാണുവാണ് കേട്ടോ. ശാലിനി ശ്യാമയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണുവാണ്. ഈ സമയം പപ്പിമോള് നേരെ തന്നെ ഹോളിലേക്ക് ഓടിച്ചെന്ന് അവിടെയുള്ളൊരു ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ ശാലിനിയുടെ മുഖത്ത് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുമായിരിക്കും. പപ്പിമോള് സോഫയുടെ മുകളിൽ കയറി നിന്നിട്ട് ആ ഫോട്ടോയിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ പൊളിച്ചു മാറ്റുവാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്ന ശാലിനിയെ പപ്പിമോള് കാണുവാണ് കേട്ടോ. അത് കാണുമ്പോൾ പപ്പിമോൾക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ പപ്പിമോള് സന്തോഷത്തോടെ നേരെ ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുക. എന്നിട്ട് ശാലിനിയെ നോക്കിയിട്ട് ചേച്ചിയമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. പപ്പിമോളുടെ ആ വിളി കേട്ട് ശാലിനി, ശ്യാമ, രോഹിത്തും എല്ലാവരും പപ്പീനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്